നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്കിന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ട് കളയണം. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻഡ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ അതിനകത്ത് എത്രത്തോളം പോസിറ്റീവായിട്ടാണോ അതിനെ കണക്റ്റ് ചെയ്യുന്നത്, അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഓരോ കാര്യങ്ങളും വന്നു ചേരുമെന്ന് മനസ്സിലാക്കുക. ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോകണം. കാരണം ഒരിക്കലും നമ്മളൊരു ബാഡ് കർമ്മ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കരുത്. കാരണം നമ്മൾ ഒരു കാര്യത്തെ ഏത് രീതിയിലാണോ നമ്മളിലേക്ക് കണക്റ്റ് ചെയ്യുന്നത് ആ ഒരു എനർജി ആയിരിക്കും നമ്മളിലേക്ക് വന്ന് ചേരുന്നത്. അത് പോസിറ്റീവാണെങ്കിൽ പോസിറ്റീവായിരിക്കും, നെഗറ്റീവാണെങ്കിൽ നെഗറ്റീവായിരിക്കും. ഇതെപ്പോഴും പറയുന്നത് പുതിയ പുതിയ ആളുകൾ കാണുകയും അതുപോലെ തന്നെ ചിലർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ നമ്മളോട് ബിഹേവ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ. അവർക്കൊരു എപ്പോഴെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടാവട്ടെ എന്ന് ചിന്തിച്ചാണ്. വരാഹി മന്ത്രവും മണി അഫർമേഷനും വീഡിയോസിൻ്റെ ലാസ്റ്റ് തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണി ബ്ലോക്കേജ് മാറും. വരാഹി മന്ത്രം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലെ എല്ലാ നെഗറ്റിവിറ്റികളെയും ഹീലാക്കി തരാനും, മണി ബ്ലോക്കേജ് അതായത് ധാരാളം ഫിനാൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന മന്ത്രം തന്നെയാണ് ഞാൻ നിങ്ങളിലേക്ക് ഇട്ട് തന്നിരിക്കുന്നത്. ധൈര്യമായിട്ട് നിങ്ങൾക്കത് ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു പ്രാർത്ഥന പോലെ എന്നും രാത്രി കിടക്കും മുമ്പോ എപ്പോഴാണെന്ന് വെച്ചാൽ രാത്രിയിൽ മാത്രം അതിനെ ചൂസ് ചെയ്യുക. 108 തവണയോ 308 തവണയോ നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ നിങ്ങൾക്കത് ചൊല്ലാവുന്നതാണ്. ഒരു ഭയഭക്തിയോട് കൂടി മാത്രം നിങ്ങൾ അത് ചെയ്യുക. അതിനകത്ത് വേറെ ദോഷങ്ങളൊന്നും നിങ്ങളിലേക്ക് വന്ന് ചേരുകയില്ല. അതുപോലെ മണി അഫർമേഷൻസ് നിങ്ങൾക്ക് എപ്പോഴും ചൊല്ലാവുന്നതാണ്. അതിനൊരു ടൈം പീരീഡ് ഒന്നുമില്ല. അത് ഫിനാൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാനും, ഫിനാൻസിൻ്റെ ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങളുമായിട്ട് കണക്റ്റഡ് അല്ലാണ്ട് നിൽക്കുന്ന ആ ഒരു നെഗറ്റിവിറ്റി മാറും. അത് നമ്മളെപ്പോഴും ഒരു പ്രാർത്ഥന പോലെ ആ ഒരു മണി അഫർമേഷൻസ് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് കേട്ടോ. ഇതെപ്പോഴും പറയുന്നത്, എപ്പോഴും വാട്സപ്പിൽ വന്ന ആളുകൾ മണി അഫർമേഷൻസ് ഒന്ന് തരാമോ, വരാഹി മന്ത്രം ഒന്ന് തരാമോ എന്നീ ചോദ്യമാണ്. നമ്മളിത് എന്നും പറഞ്ഞാലും എന്നും വന്ന് ചോദിക്കാനാണ് ആൾക്കാർക്ക് സമയമുള്ളൂ. ചിലപ്പോൾ തമാശയ്ക്ക് ചോദിക്കുന്നവരും ആയിരിക്കും അല്ലേ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് മനസ്സിലാവാതിരിക്കാൻ സാധ്യതയില്ലല്ലോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത് എംപറർ എനർജിയാണ് കേട്ടോ വരുന്നത്. അതായത് വളരെ ശക്തമാകുന്ന ചില നിലപാടുകൾ ഇന്ന് നിങ്ങൾ എടുക്കേണ്ടി വരുന്നുണ്ട്. അതായത് ഒരു ഗാർഡിയൻ എനർജിയിൽ ഇന്ന് നിങ്ങൾ നിലനിൽക്കേണ്ടി വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്സ്, ഈ ഒരു എനർജിയിൽ കാണാൻ പറ്റുന്നത്. ഫയർ എനർജിയാണ്. അതായത് വളരെ ശക്തമായിട്ട് ചില കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കേണ്ടി വരുന്നുണ്ട്. ചില ക്രിയേറ്റിവിറ്റികൾ, പുതിയതായ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഒരു ഗാർഡിയൻ എനർജിയിൽ അല്ലെങ്കിൽ ഒരു പവർഫുൾ ആകുന്ന ഒരു സിറ്റുവേഷൻസിൽ ചിലപ്പോൾ ചില തീരുമാനങ്ങൾക്ക് ഇന്നൊരു നിങ്ങളിൽ നിന്നും ഒരു ഫൈനലായിട്ടുള്ള ഒരു റിസൾട്ട് ലഭിക്കേണ്ടതായിട്ട് കാണുന്നുണ്ട്. നല്ലൊരു ഉറച്ച തീരുമാനം എടുക്കേണ്ടി വരുന്നുണ്ട്. ചില സിറ്റുവേഷൻസിനെയൊക്കെ ഇന്ന് നിങ്ങളുടെ കൺട്രോളിൽ, പവറിൽ നിങ്ങൾ കൊണ്ടുപോകേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി, അതുപോലെ ഒരു ആക്ഷൻ എടുക്കാൻ, ഒരു ഓറിയൻറ്റഡ് ആയ ഒരു എനർജിയിലേക്ക്, അതായത് ഒരു ഫിസിക്കൽ ഓറിയൻറ്റഡ് ആയ, അതായത് നിങ്ങൾ ശാരീരികമായിട്ട് ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം കൂടുതലും ഉത്തരവാദിത്വത്തോടു കൂടിയും ചെയ്യേണ്ടി വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. എംപറർ മീൻസ് വളരെ ശക്തമാകുന്ന, സ്ട്രോങ് ആകുന്ന ഒരു എനർജിയാണ്. കാരണം ഒരു സ്ട്രഗിളിങ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾ, അതായത് ഒരുപാട് കാര്യങ്ങളെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്ട്രഗിളിങ്ങിലൂടെ അതല്ലെങ്കിൽ കൂടുതൽ ഹാർഡ് വർക്കിംഗ് എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾ ആക്ഷൻ എടുക്കണം. അതുപോലെ തന്നെ ഒരു ഫാമിലി എനർജിയിലേക്കൊക്കെ അത് കണക്റ്റഡ് ആകുമ്പം കുടുംബപരമാകുന്ന പല കാര്യങ്ങളിലും ഇന്നത്തെ ദിവസം നിങ്ങളിൽ നിന്നും ഒരു തീരുമാനം ഉണ്ടാവേണ്ടതായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യത്തെ നേരിടുക. കാരണം നിങ്ങളുടെ ഒരു വാക്കിലോ പ്രവൃത്തിയിലോ ആണ് ഇന്ന് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും നിങ്ങളുടെ
സ്ട്രഗിളിങ് കാര്യങ്ങളിലും എല്ലാം ഒരു പൂർണ്ണത വരുത്താൻ പോകുന്നത്. അപ്പം ഇന്ന് നിങ്ങൾക്ക് ആ കിട്ടുന്ന ഒരു പൊസിഷൻ, നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടതായിട്ട് വരുന്ന കാര്യങ്ങൾ വളരെയധികം ആലോചിച്ച് നല്ലൊരു ക്ലാരിഫിക്കേഷനോട് കൂടി തന്നെ നിങ്ങളത് പൂർണ്ണതയിൽ എത്തിക്കാൻ നോക്കുക. അതുപോലെ ഇന്ന് കുറച്ച് സ്ട്രെസ് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നു നിങ്ങൾ കരിയർ പാതയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ഇൻസ്പിറേഷൻ, ഒരു പുതിയൊരു വലിയ ഒരു ആഗ്രഹത്തോടു കൂടി നിങ്ങൾ തുടങ്ങി വെച്ച ചില കാര്യങ്ങളിൽ ഒരു എടുത്തുചാട്ടമായി പോയോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ചില സിറ്റുവേഷൻസുകൾ ഇന്ന് ലൈഫിലേക്ക് ചിലപ്പോൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഒരു ന്യൂ പാത്ത് ഓപ്പണിംഗ് ആയിട്ടുണ്ട്. അതായത് ചില ഓപ്പർച്യൂണിറ്റീസുകളാവാം, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹൈ ലെവൽ കോൺഫിഡൻസ് ഒക്കെ വരുന്ന ഒരു സിറ്റുവേഷൻസിനെ കണക്റ്റ് ചെയ്തുകൊണ്ടാവാം, അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഒരു ഗ്രോത്ത് പ്രതീക്ഷിച്ച് നിങ്ങൾ ചെയ്ത് തീർത്ത അല്ലെങ്കിൽ ചെയ്യാൻ ഇറങ്ങി തിരിച്ച ചില കാര്യങ്ങളിൽ ചെറിയ രീതിയിലൊരു സ്ട്രെസ് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതല്ലെങ്കിൽ ഒന്ന് വെയിറ്റിംഗ് ചെയ്യേണ്ടതായിട്ട് വരുന്നു, ഒന്ന് ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടതായ ഒരു സിറ്റുവേഷൻസ് ആണ് എന്ന് നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട്. കാരണം നിങ്ങളെ ചിലപ്പോൾ ആരൊക്കെ ഫോളോ ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിങ്സ് നിങ്ങളുടെ ഉള്ളിലുണ്ടാകാം. അതല്ലെങ്കിൽ ഒന്നിലധികം ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ഒന്നിലധികം ഒരു ഭയത്തെ നിങ്ങൾ അതിജീവിക്കേണ്ടതായിട്ട് വരുന്നൊരു സിറ്റുവേഷൻസ് ഇന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വന്ന് ചേരാൻ സാധ്യതയുണ്ട്. എന്താണേലും ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇന്ന് അതല്ല എങ്കിൽ ഇന്ന് ചില വ്യക്തികളെ സംബന്ധിച്ച് ഒരു എന്താ പറയുക, ഒരു പ്രശ്ന പരിഹാരം പോലൊക്കെ, അതായത് ഒരു കൗൺസിലിങ്ങിന് അങ്ങനെയൊക്കെയുള്ള ചില സിറ്റുവേഷൻസിലൊക്കെ അല്ലെങ്കിൽ ചില ഗൈഡൻസുകൾ മറ്റാരുടെയെങ്കിലും മുമ്പിൽ ഒരു അഡ്വൈസ് തേടേണ്ടതാകുന്ന ചില സാഹചര്യങ്ങൾ ഇന്ന് ലൈഫിൽ ഉണ്ടാവേണ്ടതായിട്ട് വരും. അതൊരു സ്ട്രെസ് ആയിട്ട്, അതായത് നിങ്ങൾക്കതൊരു ടെൻഷനായിട്ടാണ് കാണുന്നത്. അതായത് മറ്റാരുടെയൊക്കെ മുമ്പിൽ നിങ്ങൾക്കിടയിൽ വന്ന ചിലപ്പോൾ എന്തെങ്കിലും പാളിച്ചകളുടെ ഫലമായിട്ടാവാം ഇന്നൊരു മധ്യസ്ഥതയ്ക്ക് പോയി നിൽക്കേണ്ടതായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. കാരണം ഇന്നലെ നൈറ്റ് നിങ്ങൾ ശരിക്കും ഉറങ്ങിയിട്ടില്ലാത്ത ചില സാഹചര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. എന്താണെങ്കിലും വളരെ വിവേകത്തോടു കൂടി ബുദ്ധിപൂർവ്വം നിങ്ങൾക്ക് അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ വിവേകത്തോടു കൂടി ആ ഒരു കാര്യത്തെ ഡീല് ചെയ്യുക എന്നാണ് കാണുന്നത്. അതിനകത്ത് സ്ട്രെസ് അനുഭവിക്കേണ്ട ആവശ്യമില്ല. അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ അവസാനിക്കുന്ന ഒരു എനർജിയാണ്. അതുപോലെ ടോക്സിക്കാകുന്ന ചില സാഹചര്യങ്ങളിൽ, ടോക്സിക്കാകുന്ന ചില പ്രശ്നങ്ങൾ, അതായത് അത് മണിയാവാം, അതല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്വപ്ന സാക്ഷാത്കാരമാകാം. നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ആവശ്യമില്ലാത്തൊരു കാര്യത്തെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ ഇന്നൊരു ജസ്റ്റിസ് നിങ്ങൾക്ക് നേരിടേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് ഉണ്ടാവും. ഒരു ബ്ലോക്കിംഗ്, ഒരു ഫൈറ്റിംഗ് എനർജി കാണുന്നുണ്ട് കേട്ടോ ലൈഫിലേക്ക്. അതൊരു നിയമപരമായിട്ടുള്ളൊരു ഫൈറ്റിംഗ് ആവാം, അതല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ളൊരു ഫൈറ്റിംഗ് ആകാം. ചെറിയ രീതിയിലൊരു ഫൈറ്റിംഗ് എനർജീനെ ഇന്ന് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് നിങ്ങളിൽ പറ്റിയൊരു ഫാൾട്ടാണ് കേട്ടോ. ആവശ്യമില്ലാത്ത എടുത്ത് ഹോൾഡ് ചെയ്തതിൻ്റെ ഫലമാണ് എന്നാണ് കാണുന്നത്. ഫിനാൻഷ്യലി ആവാം, അതല്ല എങ്കിൽ ഇമോഷണലി ആവാം. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു കാര്യത്തെ നിങ്ങൾ കണക്റ്റ് ചെയ്യുകയും അതൊരു അൺഹെൽത്തി ആയി തീരുകയും അതിൻ്റെ ഫലമായിട്ട് ഒരു ജസ്റ്റിസിലേക്ക്, അതായത് ഒരു ലീഗൽ പരമാകുന്ന അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് എനർജിയിലേക്ക് പോകേണ്ടതായിട്ട് വരികയും അവിടെ ചെറിയ രീതിയിലൊരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളെ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്താണെങ്കിലും നമുക്ക് ഈ ഒരു ഗാർഡിയൻ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ ഒരു നിങ്ങളുടെ ഉത്തരവാദിത്വം ബുദ്ധിപൂർവ്വവും ധൈര്യത്തോടും കൂടി നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്താൽ, ബുദ്ധിപൂർവ്വവും ധൈര്യത്തോടു കൂടി നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ലൈഫിൽ നിന്നൊരു വലിയ ബർഡൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇറക്കി വയ്ക്കാൻ സാധിക്കുമെന്നാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കുറേ പ്രശ്നങ്ങളെ, ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളെ നിങ്ങൾക്ക് ഇറക്കി വയ്ക്കാൻ സാധിക്കും. നിങ്ങൾക്കൊരു പുതിയ തുടക്കത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് ഏതൊക്കെ മേഖലകളിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കണമെന്നുള്ള കാര്യത്തിലും നമുക്ക് നമ്മുടെ റീഡിങ്സിൻ്റെ, അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്ന കാര്യങ്ങളെ കണക്റ്റ് ചെയ്ത് നോക്കുമ്പം തീർച്ചയായിട്ടും ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിലും അതുപോലെ തന്നെ മണി, ഹെൽത്ത്, ആ സിറ്റുവേഷൻസിലും അതുപോലെ തന്നെ ക്ലാരിഫിക്കേഷൻ, വളരെ ശക്തമാകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസും നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെ ശ്രദ്ധ കൊടുക്കണമെന്ന് തന്നെയാണ് കാണുന്നത്. ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങൾ
നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് ഒരു സെൽഫ് കോൺഫിഡൻസ് ആയിട്ട് നിങ്ങളൊരു മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന അത് കരിയർ പാതയാവാം, അതല്ലെങ്കിൽ ഒരു ഇമോഷണൽ പരമാവുന്ന ഒരു റിലേഷൻഷിപ്പ് ആവാം. നിങ്ങൾ എന്ത് കാര്യത്തിലാണോ കൂടുതൽ കോൺഫിഡൻസ്, അതായത് സക്സസ് എന്ന് ചിന്തിച്ച് മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധ കൊടുക്കുക എന്ന് തന്നെയാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് എനർജി വേണമെങ്കിൽ, അതുപോലെ തന്നെ ഒരു പുതിയ തുടക്കം, പുതിയൊരു സക്സസ്, പുതിയൊരു പ്രോജക്റ്റ് വർക്ക് പോലുള്ള എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ന്യൂ ബിഗിനിങ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രത്തോളം കോൺഫിഡൻസോട് കൂടി ഫോക്കസിങ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയോടുകൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ എന്ത് കാര്യമായാലും അതിൽ വളരെ ശ്രദ്ധ ഇന്നത്തെ ദിവസം കൊടുക്കണം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലോസ് സംഭവിക്കാൻ, അതായത് അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ച ചില സ്ഥലങ്ങളിൽ നിന്നും ഇമോഷണലി ചില ലോസ് നിങ്ങളെ തേടി വരുന്നുണ്ട്. ഇമോഷണൽ പരമാകുന്ന ഒരു മെച്യൂരിറ്റി ഇന്ന് നിങ്ങൾ കാണിക്കണം. അതല്ലാതെ എപ്പോഴും ഒരു ലോസ് എനർജിയിലൂടെ കടന്നു പോകരുത്. കാരണം ഇന്ന് ചെറിയ രീതിയിലൊരു അവഗണനയോ അവഗണന നേരിടേണ്ടി വരിക, അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു ഒറ്റപ്പെടൽ, അതുപോലെ ഒരു ലോസ് ഫിനാൻഷ്യലി ആവാം, അത് ഹെൽത്ത് പരമായിട്ടാവാം. നിങ്ങൾക്കിന്ന് ചെറിയ രീതിയിൽ ഒരു ലോസ് എനർജി സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഒരു സെക്യൂരിറ്റി കുറവ് ഫീൽ ചെയ്യുന്നൊരവസ്ഥ. അപ്പം ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ ഇന്ന് ഇമോഷണൽ ബാലൻസോട് കൂടി തന്നെ, മെച്യൂരിറ്റിയോട് കൂടി തന്നെ ആ ഒരു സിറ്റുവേഷൻസിനെ കാണണം. കാരണം അതൊരു വിധിയാണ്. ഇന്ന് ലൈഫിലേക്ക് വന്നു ചേരുന്ന ചില ലോസ് എനർജികൾ, ചില മാറ്റി നിർത്തപ്പെടലുകൾ, അതല്ലെങ്കിൽ പെയിൻഫുൾ ആകുന്ന ചില സാഹചര്യങ്ങളെ കണക്ട് ചെയ്യേണ്ടി വരുന്നതൊക്കെ അതൊരു വിധിയായിട്ട് കാണുക. അതിനെ മെച്യൂരിറ്റിയോടുകൂടി നിങ്ങളതിനെ ബിഹേവ് ചെയ്യുക, അതിനെ നേരിടുക എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ മൾട്ടിപ്പിൾ പ്രയോറിറ്റി ആയിട്ടും ചില സാഹചര്യങ്ങൾ, ഒന്നെങ്കിൽ പാസ്റ്റിലെ ചില കാര്യങ്ങൾ നിങ്ങളെ തേടി വരും. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഉള്ളതുപോലെ തന്നെ ഉള്ള മറ്റൊരു കാര്യം പാസ്റ്റിൽ നിന്ന് കടന്നു വരാൻ സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ നിങ്ങളുമായിട്ട് വളരെ ശക്തമായിട്ട് കോൺഫ്ലിക്റ്റ് ആയിട്ട് വിട്ടുപോയ ചില വ്യക്തികളുടെ ഒരു തിരിച്ചുവരവ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിനെയും വളരെ ശക്തമായിട്ട് തന്നെ വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ശ്രദ്ധയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെ ഇന്ന് ചില കർമ്മകൾ, അതായത് ചില ബാഡ് കർമ്മ എനർജികളാവാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിന്ന, പ്രതീക്ഷയോടുകൂടി നിന്നിട്ടും ഒരു കാര്യങ്ങളും പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസുകളാവാം. കുറച്ച് കാര്യങ്ങൾ ഇന്ന് ലൈഫിൽ നിന്നും എൻഡ് ആവുന്നുണ്ട്. അതായത് ബാഡ് കർമ്മകൾ, അത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ചേഞ്ച് ആവുന്നതിനനുസരിച്ചുമാണ് ഇന്ന് ചില ബാഡ് കർമ്മകൾ. മറ്റുള്ളവർ ഓവർ കൺട്രോളിങ് ആവാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ, ഫിനാൻഷ്യൽ നഷ്ടങ്ങൾ വന്ന ചില കാര്യങ്ങളാവാം. അതൊക്കെ ഒരു ക്ലിയറൻസ് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു നെഗറ്റീവ് ആകുന്ന, നിങ്ങൾ അനുഭവിച്ച പെയിൻഫുൾ ആവുന്ന ആ ഒരു സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്നും എൻഡ് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മണി, ഹെൽത്ത്, അതുപോലെ ഇമോഷണൽ, അതുപോലെ കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ്. നല്ല രീതിയിൽ ഏത് സിറ്റുവേഷൻസിലും കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പോവുക. അതുപോലെ തന്നെ ഇമോഷണൽ ബാലൻസ്, ചില സ്ഥലങ്ങളിൽ പെയിൻഫുൾ ആകുന്ന പല പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് നേരിടേണ്ടി വരാൻ സാധ്യതയുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാവാം. നമ്മൾ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തിയ വ്യക്തികളിൽ നിന്നാവാം നിങ്ങൾക്ക് ഒരു അവഗണനയോ ഒറ്റപ്പെടലും, അതുപോലെ ഫിനാൻഷ്യൽ ലോസ്, പ്രതീക്ഷിച്ച ചില സ്ഥലത്തു നിന്നും ഫിനാൻസ് ലഭിക്കാതെ പോകുന്നൊരു സിറ്റുവേഷൻസ് ആവാം. തീർച്ചയായിട്ടും മെച്യൂരിറ്റിയോടുകൂടി തന്നെ അവിടെ നിലനിൽക്കുക. കാരണം മാറ്റങ്ങളെയാണ് നമുക്ക് പിന്നെ നേരിടേണ്ടി വരുന്നത്. സക്സസ് ആണ്, ചേഞ്ചിങ് ആണ് കേട്ടോ വരുന്നത്. അതുപോലെ ഇന്ന് പൂർത്തീകരിക്കേണ്ടത് പാസ്റ്റിലെ ചില കാര്യങ്ങൾ, അതായത് ഒന്ന് ബാലൻസ് ചെയ്യണം കേട്ടോ. അതായത് നിങ്ങളുടെ ആ ഒരു ചിന്തകളെ, നിങ്ങളുടെ ആ ഒരു ഇടുങ്ങിയ ചിന്താഗതിയോടുകൂടിയും ലൈഫിലേക്ക് ഒരു സക്സസ്സും ഇല്ല, ഒന്നുമില്ല എന്നുള്ള ഒരു ട്രാപ്പ്ഡ് എനർജി, അതായത് ഒരു ഇടുങ്ങിയ മനസ്സോടുകൂടി എല്ലാത്തിനോടും ഒരു വിരക്തിയോടൊക്കെ കൂടി നിൽക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ബാലൻസ് ചെയ്യുക. അതായത് കാര്യങ്ങളെ ഒന്ന് ക്ലിയർ ചെയ്യുക. സ്വയം മനസ്സിന് ഒരു മോട്ടിവേഷൻ കൊടുക്കുക, ഒരു സെൽഫ് മോട്ടിവേഷൻ കൊടുക്കുക എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ വന്നിരിക്കുന്നത് ഒരു ന്യൂ ഏസ് ഓഫ് പെൻഡിക്കിൾസ് ആണ് കേട്ടോ. അതായത് അവസരങ്ങളെയാണ്, നിങ്ങളുടെ മുന്നിലേക്ക് ഒന്നിലധികം അവസരങ്ങൾ വന്നു ചേരുന്നു. അത് കരിയർ പാതയിലാവാം, ഫിനാൻഷ്യലി ആവാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഒരു കൺട്രോളിങ് പവറിലൂടെ കടന്നു പോകാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരും. അത് നിങ്ങൾ മനസ്സിലാക്കി എന്ത് ചെയ്യുക, നേടിയെടുക്കുക. ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടൊക്കെ ഒരു ചേഞ്ചിങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു സ്റ്റക്നെസ്, മറ്റാരുടെയെങ്കിലും
ആവശ്യമില്ലാത്ത ഒരു ഇടപെടലിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യമൊന്നും പോസിബിൾ ആവാതെ നിൽക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് അതിനൊക്കെ ഉള്ളൊരു അവസരം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുക. അതായത് നിങ്ങളിലേക്ക് വരുന്ന പോസിറ്റീവ് ആവുന്ന കാര്യങ്ങളെ നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. കൂടാതെ തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ലവേഴ്സ് ആണ് കേട്ടോ. ലവേഴ്സ് എനർജി വന്നിരിക്കുന്നത് പാർട്ട്ണർ, ഒരു വിവാഹം പോലുള്ള ചില കാര്യങ്ങൾക്കുള്ള നല്ല സമയമാണ്. അതായത് നിങ്ങളുടെ യഥാർത്ഥ സോൾ പാർട്ട്ണറെ കണ്ടെത്താനും അതിനു പറ്റിയ ചില അവസരങ്ങൾ ഇന്ന് ലൈഫിലേക്ക് വന്നു ചേരുന്നുണ്ട്. അതായത് ഒരു വിവാഹം, ഒരു ആഘോഷം, ഒരു സെലിബ്രേഷൻ എനർജിയിലേക്കൊക്കെ നിങ്ങൾ എത്താൻ പോകുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, പൂർത്തീകരിക്കാൻ ശ്രമിക്കണം. അതായത് നമുക്ക് അനുയോജ്യമായ, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ എനർജി ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന, അതിന് വേണ്ട ചില കാര്യങ്ങൾ, അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളിലേക്ക് വരുന്നു. അതൊരു വിവാഹം പോലുള്ളൊരു എനർജിയിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങളെ പൂർണ്ണതയിൽ എത്തിക്കാൻ ശ്രമിക്കുക. പിന്നെയും കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഒരു വേണോ ആ ഒരു അവസ്ഥയിൽ നിൽക്കാതെ തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനം തന്നെ എടുത്ത് മുന്നോട്ടേക്ക് പോകുക. ലൈഫിലേക്ക് നെക്സ്റ്റ് ആക്ഷൻ, ഫ്യൂച്ചറിലേക്ക് വേണ്ട ഒരു ആക്ഷൻ എടുക്കുക. നമുക്ക് അനുയോജ്യമാകുന്ന, നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന, നമ്മളോട് ഒതുങ്ങിച്ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഏത് ബന്ധങ്ങളായിക്കോട്ടെ അതിനെ കണക്റ്റ് ചെയ്യുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത്. അതായത് ഒരു സെലിബ്രേഷൻ എനർജിയിലേക്ക് പോകേണ്ടതാകുന്ന സാഹചര്യമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. ജസ്റ്റ് വന്നിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് ആണ് കേട്ടോ. അതായത് ഒരു എന്താ പറയുക, 8 ഓഫ് സോഴ്സാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു ട്രാവലിംഗ് എനർജി. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു ഒരു ട്രാവലിംഗ് എനർജിക്ക്, അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നല്ല രീതിയിൽ ഒരു ആക്ഷൻ എടുക്കുക, പുതിയ ക്രിയേറ്റിവിറ്റികൾ, പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് തുടങ്ങി വെക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരും. അതെല്ലാം നിങ്ങൾ പൂർണ്ണതയിൽ എത്തിക്കണം. നിങ്ങളുടെ മുന്നിൽ ഇന്ന് വളരെ നല്ല രീതിയിൽ, ചിട്ടയോടുകൂടിയും നല്ല രീതിയിലൊരു ആക്ഷൻ എടുക്കേണ്ട ദിവസമാണ്. ആ ഒരു ആക്ഷൻ എടുക്കേണ്ടതാകുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം, ആക്ഷൻ എടുക്കുക. അതൊരു ജഡ്ജ്മെൻ്റാണ്. ന്യായമായ രീതിയിൽ ഒരു ആക്ഷൻ എടുക്കുക എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ എപ്പോഴും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബൗണ്ടറി ഇട്ട് മാത്രം മുന്നോട്ടേക്ക് പോകുക. ഒരു ബൗണ്ടറി, പല പ്രശ്നങ്ങളും പല രീതിയിലുള്ള സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് ഒന്ന് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അവിടെയെല്ലാം എന്ത് ചെയ്യുക, ഒരു മിതത്വത്തോടു കൂടി, അതായത് ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക, ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുക. ധൈര്യമായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക കേട്ടോ. അപ്പോൾ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവ് ആകുന്നൊരു എനർജി ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.